അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടൊരു കാര്യം എന്തായിരുന്നത് ഓർമ്മയുണ്ടോ? എന്താണ്? അൽഹംദു ഇനി മുതൽ ഞങ്ങൾ ഇൽഹംദു ഓതണോന്ന്. അൽഹംദു ഇനി മുതൽ ഞങ്ങൾ ഇൽഹംദു ആക്കണോന്ന്. വേണ്ട, നമ്മൾ ഹംസത്തുൽ വസ്ലിൻ്റെ ഫത്ഹ കസ്ർ ദമ്മ് ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. വിശുദ്ധ ഖുർആനിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ വരുന്നതും നമ്മുടെ ഖിറാഅത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ അബദ്ധം വരുന്നതുമാണ്. ഫത്ഹും കസ്റും ദമ്മും മാറിയാൽ കളിയുടെ കാഫിനു കസ്റായാൽ കിളി, ദമ്മായാൽ അത് കുളിയാവും, കഞ്ഞിയിൽ കുഞ്ഞി പറഞ്ഞാൽ എല്ലാവർക്കും വേഗം ക്ലിയറാവും. അല്ലേ? ഫത്ഹും കസ്റും ദമ്മും മാറിയാൽ തന്നെ സംഗതി മാറിയല്ലോ. കളി കിളിയായതും കിളി കുളിയായതും മഴ മഴുവായതും മഴുമുഴയായതും മുഴ മിഴിയായതും അക്ഷരം മാറിയിട്ടല്ലല്ലോ. പള്ള പള്ളിയായതും പള്ളി പുള്ളിയായതും. മനസ്സിലായില്ലേ പിള്ളേ എന്ന് ചോദിക്കൂലേ? ഇതാണ് സംഭവം. അതുകൊണ്ട് അക്ഷരങ്ങളുടെ ഹറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ലിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ആണെങ്കിൽ കസ്ർ കൊടുക്കണമെന്നും ലൊമ്മാണെങ്കിൽ ലൊമ്മ് കൊടുക്കണമെന്നും ഈ സ്ക്രീനിലേക്ക് ഉദാഹരണം കാണുന്നില്ലേ? യെസ്, ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരാളെ സംശയം, അപ്പോൾ അൽഹംദു എന്ന് പറഞ്ഞെടുത്തു അങ്ങനെ തന്നെയല്ലേ എന്ന്. ഒറ്റനോട്ടത്തിൽ അങ്ങനെയാണെന്ന് തോന്നും. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്നറിയോ? ഈ അൽകളുണ്ടല്ലോ, അൽ 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 ആ അറബിയിൽ അൽ എന്ന സംഗതി ഭയങ്കര അർത്ഥമുള്ള സംഗതിയാണ്. അൽ മഅരിഫാന്റെ അലിഫ്ലാം, റഹ്ദിൻ്റെ അലിഫ്ലാം, ഇങ്ങനെ തുടങ്ങി ഈ അൽകൾ ധാരാളം ഉണ്ട്. അത് അറബി ഗ്രാമറുമായിട്ടൊക്കെ പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം, കേൾക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ അൽകളിൽ ടോട്ടൽ ഫത്ഹ കൊടുക്കുക ഹംസത്തുൽ വസ്ലിന്. അതുകൊണ്ടാണ് നമ്മൾ അൽഹംദുലില്ലാഹി എന്ന് ഓതുന്നത്. ഇവിടെ നോക്കി, അൽഹംദുലില്ലാഹി അല്ലേ? മൂന്നാമത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും 10ാമത്തെ അക്ഷരം ഒന്നും നോക്കൂല അവിടെ. അൽ ആയതുകൊണ്ട് ഫത്ഹ്. ഇനി നോക്കി, അർറഹ്മാനിയിലും അൽ ഉണ്ട് അല്ലേ? അൽ റഹ്മാനിയാണ് ശരിക്ക്. ലാമിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്ത് അർറഹ്മാനിയാണ് നമ്മൾ ഓതുക. ഇവിടെയും അൽ ഉണ്ട്. ഇനി നോക്കി, അല്ലദീന, അള്ളാഹു, ഇതിലൊക്കെ ശരിക്ക് അൽകളാണുള്ളത് കേട്ടോ. അപ്പൊ എന്ത് മനസ്സിലാക്കണം നമ്മള്? ഹംസത്തുൽ വസ്ലിന്റെ ഹറക്കത്ത് തീരുമാനിക്കുന്നിടത്ത് ഫത്ഹും കസ്റും ദമ്മും തീരുമാനിക്കുമ്പോൾ അൽകളെ നമ്മൾ വേറെ പഠിക്കണം. അൽകൾ ടോട്ടൽ മൊത്തത്തിൽ ഫത്ഹ കൊടുത്തിട്ടാണ് വായിക്കുക. അൽഹംദുലില്ലാഹ്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, അശ്ശംസു വൽ ഖമറു. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് വളരെ ശ്രദ്ധിക്കണം. ഹംസത്തുൽ വസ്ലിൻ്റെ ഫത്ഹ കസ്ർ ദമ്മ് ഹറക്കത്തുകൾ എങ്ങനെയൊക്കെ വരും, ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഇനിയും പറയാനുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്താം. വിശദമായി ഈ ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് ചർച്ച വരേണ്ടതുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഓരോ ഉദാഹരണങ്ങൾ വരുമ്പോൾ നമുക്കിനി ഇൻഷാ അല്ലാഹ് പറയാം. നമുക്ക് സൂറത്തുൽ അലഖ് പാരായണത്തിലേക്ക് തന്നെ നമുക്ക് വരാം. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം സ്റ്റാർട്ട് ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.